ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാറൂഖ് അഹമ്മദ്. KUF മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വാഹന അപകടങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ദിനം പ്രതി എന്നോണം നിരവധി വാഹന അപകടങ്ങളാണ് സംഭവിക്കുന്നത്. ഇതിൽ കൂടി വിലമതിക്കാനാവാതെ ഒട്ടേറെ മനുഷ്യജീവനുകൾ ഇല്ലാതാവുകയും നിരവധി പേർക്ക് ഗുരുതരമായ പരിക്ക് ഏൽക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ ഒരു ദാരുണമായ ഒരു വാഹനാപകടം കണ്ടപ്പോൾ, അതിന്റെ CCTV കണ്ടപ്പോൾ മനസ്സിനെ വല്ലാതെ വിഷമപ്പെടുത്തി. അതായത് കാർ നിർത്തിയിട്ട് മകന്റെ കൈ പിടിച്ച് റോഡ് മുറിച്ച് കടക്കുന്നടിയിലാണ് ആ പിതാവിന് ഒരു ദാരുണമായ സംഭവം നടന്നത്. ബൈക്ക് അമിതമായ വേഗതയിലാണ് വന്നതെന്നുള്ള കാര്യം ആ CCTV ദൃശ്യങ്ങളിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. ലക്കും ലഗാനും ഇല്ലാതെയാണ് ചില ഡ്രൈവർമാർ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വാഹനം ഓടിക്കുന്നത്. ചിലവർ മദ്യപിച്ച് ലക്കുകെട്ട് വാഹനം ഓടിക്കുന്നവരുമുണ്ട്. ഇവിടെ സൂക്ഷ്മതമായി വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഒരു അപകടവും സംഭവിക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യമാണ്. വർഷങ്ങളായി ഡ്രൈവിംഗ് ചെയ്തിട്ടും ഒരു അപകടം പോലും വരുത്താതെ നിരവധി ഡ്രൈവർമാര് നമ്മൾക്കിടയിൽ ഉണ്ടാകാം. അതിൽ ചില ഡ്രൈവർമാർക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഡ്രൈവർമാരുണ്ട്. 10-40 വർഷങ്ങളും കാര്യങ്ങളൊക്കെ അവർ ഡ്രൈവിംഗ് ചെയ്തിട്ടും ഒരിക്കൽ പോലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു അപകടവും സംഭവിച്ചില്ല. അതിന് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടും അതുപോലെ തന്നെ അമിത വേഗത ഒഴിവാക്കിയിട്ടുമൊക്കെയാണ്. പക്ഷെ ഇന്നത്തെ ന്യൂ ജനൻ ഡ്രൈവർമാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം കിട്ടിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ബൈക്കാണ്, ഈ ബൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ട്രെയിൻ ഓടിക്കുന്ന ലാഘവത്തോട് കൂടിയിട്ടാണ് റോഡിൽ കൂടിയിട്ട് ഓടിക്കുന്നത്. അത് എതിരെ വരുന്ന വാഹനങ്ങളോ അല്ലെ റോഡ് മുറിച്ച് കിടക്കുന്ന ഇതുപോലെയുള്ള യാത്രക്കാരോ അല്ലെ മറ്റുള്ള രീതിയിൽ നടന്നു പോകുന്ന യാത്രക്കാരോ എന്നുള്ള ഒരു ചിന്താഗതിയും ഇല്ല. ഇവിടെ പ്രത്യേകമായിട്ട് പറയേണ്ടത്, എനിക്ക് CCTV ദൃശ്യം കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആ ബൈക്കുകാരന്റെ തികഞ്ഞ അനാസ്ഥ എന്നാണ്. ആ വ്യക്തി, അതായത് മരിച്ച വ്യക്തി മകന്റെ കൈ പിടിച്ച റോഡ് മുറിച്ച് കടക്കുമ്പോൾ രണ്ട് ഭാഗത്തെ വാഹനങ്ങൾ നിരീക്ഷിച്ച് വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് റോഡ് മുറിച്ച് കിടക്കുന്നത്. കാരണം അദ്ദേഹം ഒരു ഡ്രൈവറാണ്. അപ്പൊ ഈ റോഡിൽ കൂടി വാഹനം ഓടിക്കുന്നത് കൊണ്ട് അപ്പൊ അദ്ദേഹത്തിന് അതിനുള്ള നിയമവശങ്ങളൊക്കെ അറിയാം. പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് അമിത വേഗതയിൽ ഒരു ബൈക്ക് ചേറിപ്പാഞ്ഞു വരികയും ആ പിതാവിനെ തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തത്. തത്സമയം അവിടെ മരണപ്പെട്ടു എന്നാണ് വാർത്തയിൽ കൂടി അറിയാൻ കഴിഞ്ഞത്. വളരെ ദുഃഖകരമായിട്ടുള്ള, വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണത്. അതുകൊണ്ട് ഇതുപോലെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാരോട് ഒരു അപേക്ഷയായിട്ട് പറയാനുള്ളത്, നിങ്ങൾ സൂക്ഷ്മമായിട്ട് വാഹനം ഓടിക്കുക. നിങ്ങളുടെ ജീവനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവനും വിലമതിക്കാനാവാതെ തരത്തിലാണെന്നുള്ള ഒരു ചിന്താഗതിയോട് കൂടി വാഹനം ഓടിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള അപകടങ്ങൾ ഇല്ലാതാക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നതിന് നമ്മുടെ അധികാരിയുടെ ഭാഗത്തെ ചില പോരായ്മകളും ചൂണ്ടിക്കാണിക്കണം. കാരണം ഇതുപോലെയുള്ള അപകടങ്ങൾ വരുത്തി മനുഷ്യജീവൻ ഇല്ലാതാക്കിയാൽ തന്നെ അവർക്കൊക്കെ കൊടുക്കുന്ന ശിക്ഷ വളരെ പരിമിതമാണ്. മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരു അപകടം വരുത്തി കഴിഞ്ഞാൽ പിന്നെ അവനിക്ക്, ആ ഡ്രൈവർക്ക് വാഹനം എടുത്ത് നിറത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല പിന്നീടുള്ള കാലങ്ങളിൽ. പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ അങ്ങനെയാണോ? അത് കുറച്ചു നാളത്ത് ആ കേസുമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ അതിനുശേഷം വീണ്ടും ആ ഡ്രൈവർ പഴയ പോലെ വാഹനങ്ങൾ ഓടിക്കുന്ന രീതിയിലേക്കാണ്. ഇതിനൊരു മാറ്റം വരണം. ഇത്തരം ഡ്രൈവർമാർക്കും അപകടം വരുത്തി വെക്കുന്ന ഡ്രൈവർമാർക്കും ശക്തമായ രീതിയിലുള്ള ശിക്ഷാ നടപടിയിലേക്ക് കൊടുക്കണം. മാതൃകപരമായിട്ടുള്ള ശിക്ഷാ നടപടിയിലേക്ക് കൊടുക്കുമ്പോൾ മാത്രമേ ഇതുപോലെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. എല്ലാ അപകടങ്ങളും ഡ്രൈവർമാരുടെ ഭാഗത്തെ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നില്ല. പക്ഷെ ഇന്ന് നടക്കുന്ന മിക്ക വാഹനാപകടങ്ങളും സംഭവിക്കുന്നത് ഡ്രൈവർമാരുടെ അശ്രദ്ധയും അനാസ്ഥയും എന്നാണ്. മാത്രമല്ല, ചില ഡ്രൈവർമാരൊക്കെ മദ്യപിച്ച് ലഹരി ഉപയോഗിച്ച് ലക്ക് കെട്ടിട്ടാണ് വാഹനം ഓടിക്കുന്നതെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പൊ അത് എത്രത്തോളം ഭയാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം ഡ്രൈവർമാരൊക്കെ പിടികൂടിയാൽ തന്നെ തീർച്ചയായിട്ടും മാതൃകപരമായിട്ടുള്ള ഒരു ശിക്ഷാ വിധിയാണ് ഇവിടെ നടപ്പിലാക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള അപകടങ്ങളുടെ തോത് കുറക്കാൻ പറ്റത്തുള്ളൂ.